ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വാലറന്റ് കളിക്കുകയാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം വാലറന്റ് കളിക്കുകയാണ്. ഞാൻ ഇപ്പോൾ PC ഒക്കെ സെറ്റപ്പ് ചെയ്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ PC ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ വാലറന്റ് കളിക്കാൻ പോവാണ്. ഇപ്പോൾ സംഭവം എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞൂടാ. നമുക്കെന്തായാലും കളിച്ചു നോക്കാം. നമുക്കെന്തായാലും ഇപ്പോൾ ഡെത്ത് മാച്ച് കളിക്കാം. എത്ര സമയം എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളെന്തായാലും GTA 5 ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ഇല്ല സെവൻ സിറ്റിയിലൊക്കെ കയറുന്ന കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ ലാഗായി കിടക്കുന്നത്. അതിൽ കുറേ ഇൻ്റർവ്യൂ ആയിട്ട് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ GTA കളിക്കുന്നവർക്കാണെങ്കിൽ അല്ലെങ്കിൽ GTA എടുക്കാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത്. എന്തായാലും അതോടെ ഉടനെ സെറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ട്രീം ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ആവുന്നത്. നല്ല സമയം എടുക്കുന്നു. ഗൈസ്, അപ്പോൾ നമുക്ക് മാച്ച് എന്തായാലും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്ന ശേഷമാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഡെസ്ക് ടോപ്പിൻ്റെ വോളിയം കൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. എനിക്കറിയത്തില്ല എന്തുമാത്രം സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്കത്ര അറിയത്തില്ല. ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ഓക്കെ ഗൈസ്, കളിച്ച് നോക്കാം. നമുക്കൊന്ന് കളിച്ച് നോക്കാം. എന്തായാലും തോക്കൊക്കെ സ്ക്രോൾ ചെയ്ത് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ സ്പീഡിനോടി എന്തിനാണോ എന്തോ ഷിഫ്റ്റ് അവനങ്ങാന്നത് കിട്ടി. ലോഡൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഏതാ പടം? എൻ്റെ അമ്മോ, ഭയങ്കര പാട് കൺട്രോൾ ചെയ്യാൻ. എവിടെ ഹെഡ്ഷോട്ടാണ് കൊടുത്ത പടവായില്ല കേട്ടാ. ഉമാരയിലൊക്കെ ഭയങ്കര കിടിലൻ തോക്കുകൾ. ചാവാൻ വേണ്ടി ജീവിതം ബാക്കി. ഒരു കില്ലെങ്കിലും കിട്ടിയാൽ ചേർന്നല്ലേ. വാമപ്പായിട്ട് നമുക്ക് വലിയ സീനില്ല. കഷ്ടമുണ്ടാ. ഈകളൊക്കെ കളിക്കാണെന്ന് വിചാരിക്കത്തി എളുപ്പമാണെന്ന്. പക്ഷെ ഇത്രയും പാടണമെന്നുള്ള കാര്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. കളി തുടങ്ങി ഗൈസ്. ആരോണ്ട് കേട്ടോ. അയ്യേ, പിസ്റ്റളും കൂടെ ആണ്ട് എനിക്ക് ഭയങ്കര പാട് കേട്ടോ. കൺട്രോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും തൽക്കാലം ഇപ്പം ഇങ്ങനെ പോട്ടെ നമുക്ക്. അയ്യോ, ചാവട ഏതാ? ഒരു കില്ലാണ് ഇത്ര നേരം കളിക്കുന്നത്. ഓ, ഈ തോക്ക് എങ്ങനെ മാറ്റുന്നത് എന്തോല്ല. ആ കൂടി പിച്ചാത്തിയത്രയാണല്ലോ ഉള്ള. കുത്തിക്കൊന്ന് നോക്കിയാൽ നമുക്ക്. ഓർറാ ചത്താവൻ ചത്ത്. ചാവടാ എനിക്കൊന്ന് പിച്ചാതിനേക്കാളും ഇതാണ് എഫക്റ്റ് എന്ന്. അയ്യോ, എൻ്റെ ആ മോനെ ഒറ്റ പിടിക്ക് തീർത്തു. പറ്റിക്കാനാണോ ഏതറാ? ഈ ലോഡിന്നൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോഡിന്ന് എങ്ങനെയൊന്നും അറിയാൻ വയ്യ. അതാണ് വേറെ പ്രശ്നം. അതിനകത്ത് ഓ
ഇത് മാപ്പാണ് കേട്ടോ, ക്യാപ്സിലോ കളിച്ചാൽ മാപ്പ് വന്നു. അപ്പോൾ ഈ ഓടിക്കോടിക്കോ ബാക്കിലെടുത്ത് അവന്മാരൊക്കെ ഭയങ്കര പ്രൊഫഷണലാണ്. എനിക്ക് കൗച്ച് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കൈ ഒന്നും ഓടി എത്തുന്നില്ല. കൗച്ചിങ്ങൊക്കെ കൺട്രോൾ എവിടെ ഈ കാണാൻ പോലും പറ്റുന്നില്ല. മാൻ സത്ത് പോടാ. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ സിംഗിളായിട്ടും ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഒരുപാടായിട്ട് പോകുന്നു തോന്നുന്നത്. വെടി തന്നെ കണ്ട. അയ്യോ ശരാ, ഞാനേ കൺട്രോൾ നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് നമ്മുടെ മാപ്പിൽ നിന്ന് കാണിക്കുന്നു അവൻ്റെ പബ്ജി കണക്കൊക്കെ, പബ്ജി ഫ്രീ ഫയർ. ഒരുത്തൻ പോകണ ബാക്കൊന്ന് അറിയാം നമുക്ക്. എവിടെ പോയടാ? ഓ ചെറിയൊരു സമയം കിട്ടിയുള്ള അവൻ എന്നെ അതിനടക്ക് അടിച്ചിട്ട്. ചാവുന്നില്ല ചെറ്റ. നമുക്ക് എന്തായാലും അടുത്ത കളി തോക്ക് മാറ്റുള്ള വല്ല ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് എഴുതിട്ടൊന്നും അറിയുന്നില്ല. ഇപ്പോൾ ഓടാനുള്ളത് പിന്നെ നമ്മളെ പബ്ജി ഇതിലൊക്കെ ഫ്രീ ഫയർ ഒക്കെ ആണെങ്കിൽ ലോക്കെങ്കിലും ആവുമെന്ന് പറയാം. ഞാൻ ഇത്ര ഫ്രീ ഫയർ കളിച്ചോണ്ട് നടക്കുന്നത്. ചെറ്റ ജനിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിടുന്ന ഇത് ആരുടെ എവിടെ നിന്നാ അടിക്കുന്ന? ഇത് ചാടൂലേ? ഓടാ പോയി ഒരെണ്ണത്തിനെ കൊല്ലേ. ഞാൻ എത്ര കൊന്നാന്ന് ഇത്ര വരെ നൂബാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണല്ലേ. അയ്യോ തീർന്നാ കളി. ചെറ്റ ഭയങ്കര കളിയുടെ വേൻ. അഴുക്ക് തോക്കട. ഇത് എന്തൊരു സാധനം. ഇതിന്റെ കളി തോക്കില്ലാത്ത. താങ്ക് യു. പടക്ക് നൂബല്ലേ ഞാൻ. ഓ ക്രൗച്ച് ചെയ്തു. ചാവടാ ചാവ് നീ. അവൻ ഭയങ്കര കളിയുടെ. അവൻ നേരെ തന്നെ സ്നൈപ്പറിനായിട്ടാണ് അറിഞ്ഞിട്ട്. തീർന്ന കളി. ഓ ഭാഗ്യം. കിടിലൻ കളിയായിരുന്നു. സംഭവങ്ങളുള്ള ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കളിക്കുന്ന അടിപൊളി. എനിക്ക് തോന്നുന്നു ഓരോ ക്യാരക്ടേഴ്സിന് ഓരോ പവേഴ്സൊക്കെ ഉണ്ടല്ലോ. അത് നമ്മളെ ക്യാരക്ടേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാലേ അറിയാൻ പറ്റത്തുള്ളൂ. പ്ലേ ഗെയിമൊന്നുമല്ല, നമുക്ക് അതിന് നോക്കാം സാധനങ്ങളെല്ലാം ഉണ്ടോ നോക്കാം. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ല. ഇതെല്ലാം നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ഇതെടുക്കാൻ പറ്റുമോ? ആ എനിക്കൊരു ഏത് വേണം? എന്തൊന്നും വേണ്ട, ഷോർട്ട് ഗണ്ണൊന്നും വേണ്ട. ഒരു ഇത് മതിയല്ലേ? പക്ഷെ ഇത് എങ്ങനെ എടുക്കുന്ന? ആ എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്റ്റാറൊക്കെ ചെയ്തിട്ട് ഇനി അങ്ങനെയാണെന്ന് പറഞ്ഞൂടാ. റൈഫിൾസ്, സ്പ്രേ, ഇതൊക്കെ എന്തരടേ? അയ്യോ ഇനി നമുക്ക് നോക്കാം. ഇടയിലൊക്കെ എല്ലാം കാണുമല്ലേ? കളക്ഷൻസിൽ തന്നെ എല്ലാം കാണിച്ചില്ല. കളക്ഷനകത്ത് ഏജൻസി, കരിയർ, വെൽ പാസ്, സ്റ്റോറ്. ഇത് എന്താ ചെയ്യുന്ന? എക്യൂപ്പ് ചെയ്യാൻ പറ്റില്ല. ഫേവറേറ്റ് ആയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തൊരു ചെയ്യുന്ന?
ക്യാരക്ടറൊക്കെ എവിടെ കിടക്കുന്നത്? എന്താ ആ സമയം എടുക്കും കുറച്ച് ഇതൊക്കെ പഠിച്ചു വരാൻ. സെറ്റിങ്സ് ആണോ ഇതെന്തെങ്കിലും? എനിക്ക് സെറ്റിങ്സ് എനിക്കിപ്പോൾ അറിയേണ്ടത് ഒന്നാമത് നമുക്ക് പ്ലെയേഴ്സിനെ ഏതൊക്കെ പ്ലെയറിനെ എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയണം. രണ്ടാമത്തത് തോക്ക്. കുറേ ഉണ്ടല്ലോ ഇത്. ഞാൻ കയറി കളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പകുതിയിലൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഞാനങ്ങനെ ഇറങ്ങിപ്പോയി. സംഭവം എനിക്ക് ഒന്നാമത്തെ അരി ഇതൊന്നും മനസ്സിലാവാത്തതിന് ഏറ്റവും വലിയ പ്രശ്നം. ബാറ്റിൽ പാസ് ഇതാണല്ലേ, ഇതാണ് ക്യാരക്ടേഴ്സ്. പക്ഷെ ഇതെല്ലാം ലോക്കാണല്ലേ. പിന്നെ നമ്മുടെ അൺലോക്ക് ഏജൻറ്റ് അറിഞ്ഞൂടാ. എങ്ങനെ എടുക്കുന്ന ഫ്രീ വെൽക്കം കോൺട്രാക്ട്. പക്ഷേ ഇത് എങ്ങനെ? ചാപ്റ്റർ 1 കമാൺ മാൻ. ഒരു എനിക്കറിയാൻ വയ്യ. ഇൻസഫിഷ്യൻ്റ് ഫണ്ടൊക്കെ ഇത് എവിടെ വരുന്നത്? ഇൻസഫിഷ്യൻ്റ് ഫണ്ട് ഇതല്ലേ ഫണ്ട്? അത് തന്നെ 1718. എൻ്റെ ഒരു ഉള്ളത് 1718. എല്ലാം 2000 ആണോ? അപ്പം മിക്കവാറും തോക്കോ നിനക്കാണെങ്കിലോ? സ്കിന്നൊന്നും വേണം, എനിക്ക് തോക്ക് എക്വിപ്പ് ചെയ്താൽ മതി. അപ്പോൾ മിക്കവാറും നോക്കട്ടെ. പ്ലേക്കകത്ത് കയറി ചിലപ്പോൾ മാറ്റണമെന്ന് തോന്നുന്നു. പ്രാക്ടീസ്, സ്റ്റോർ, കളക്ഷൻ, സ്റ്റോർ. എന്താ അയ്യോ എന്താ ബിൽഡ് യുവർ ടീം വെരിഫയർ അക്കൗണ്ട് വിത്ത് വേണ്ട ഹോം. പിന്നെ ഹോം എത്തി നമ്മൾ പ്ലേ. ഇതിനകത്ത് പ്രാക്ടീസ് ഉണ്ട്. എന്താണ് എസ്കലേഷൻ? ഡെത്ത് മാച്ച്, ടീം ഡെത്ത് മാച്ച്, കസ്റ്റം ഗെയിം വേണ്ട, ടീം ഡെത്ത് മാച്ച്. മകനെ കളിച്ച് നോക്കാം. പിന്നെ വരുന്ന വെച്ച് കാണാം. ഏജൻസ്, റിക്രൂട്ട്. അയ്യോ നിൽക്കി ഇപ്പോൾ നമ്മൾ നോക്കിയിട്ട് നോക്കട്ടെ. ഏജൻസ് you have one agent token to permanently recruit an agent. കിട്ടി. My crew is coming through. ചെറുക്കനെ കിട്ടി. അപ്പോൾ ഇനി ഇവനായിട്ട് തന്നെ കളിക്കുന്നത്. ഗക്കോ. ഇവരൊക്കെ ഭയങ്കര 8000 വേണമെന്ന്. ഇപ്പം അൺലോക്ക് ഇതെങ്ങനെയെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലൊക്കെ നടന്ന് അത്രേ അറിയാവുള്ളൂ. സ്റ്റാർട്ട് ചെയ്യും. ഇനി തോക്ക് ഇങ്ങനെ മാറ്റുന്ന യൂട്യൂബിലൊക്കെ നമ്മൾ ഞാൻ ഈഗിളിൻ്റെ കാണുമെങ്കിലും വല്ലപ്പോഴൊക്കെ കാണത്തുള്ളൂ ഈ വാലോറൻ്റ് ലൈവ്. അല്ലാണ്ട് എന്നും ഞാൻ മിക്കപ്പോഴും ഇവന്മാർ ഇത് കാണത്തേ ഉള്ളൂ. GTA 5 നോക്കാം എന്തായാലും. നമുക്ക് ഭയങ്കര ടൈം എടുക്കുന്ന അതാണ് ഏറ്റവും വലിയ മുണ്ടി. അതെ നമുക്കിതൊക്കെ നോക്കാമല്ലേ. ഏജൻസ്, കളക്ഷൻ ഏജൻസ്. എനിക്ക് തോന്നുന്നു ചെറുക്കനെ കിട്ടിയെന്ന് തോന്നുന്നു. അറിയാൻ വയ്യ മൊണ്ണേനെ കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഓരോരുത്തർക്കും ഓരോ തോക്കാണല്ലേ. എൻ്റെ ഇപ്പം ഇരുന്നതാരപ്പാ? യവനാണോ? ഓരോരുത്തർക്കും ഓരോ തോക്കാണോ? സെയിം ആ ഷൊണ്ണയാണ് അത് കിട്ടുന്നത്. നമുക്കിനി ഒരു കാര്യം കൂടെ നോക്കണം. ഇതിൻ്റെ
എന്ത് സാധനമാണ്? അമ്പുമില്ല. എന്താ അത്? കൺഫ്യൂഷൻ. ഇവന്നെ അടക്കട്ടെ. നമ്മൾ കൺഫേം ആയി വെക്കാം. യെസ്, യൂസ് ചെയ്യാറുണ്ടെന്നേ ഉള്ളൂ. ഇനി സെറ്റിങ്സ് ഉണ്ടെന്ന് കയറി നോക്കണം. കളി തുടങ്ങാൻ എനിക്ക് സെറ്റിങ്സ് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം എനിക്കിപ്പോഴും കൺട്രോൾ എല്ലാം ഒന്നും കിട്ടിയില്ല. പിന്നെ കൺട്രോളൊന്ന് മാറ്റണം. എല്ലാം കയ്യിൽ ഒതുങ്ങുന്നൊന്നുമില്ല. മൂവ്മെൻറ്റ് ചെയ്യാൻ W, ക്യാപ്സ് ലോക്ക്, എന്തിനാ മാപ്പ് എടുക്കാൻ, ഷിഫ്റ്റ് ഓടാൻ, കൺട്രോൾ ക്രൗച്ച്, ഇനി എന്തൊക്കെയുണ്ട്, സ്പേസ് ജമ്പ് ചെയ്യാൻ. ഈ തോക്ക് റീലോഡ് ചെയ്യുന്ന എങ്ങനെ ഒന്നുമേ തെരിയാത്. ലേലോ 3 2 ആവുന്നില്ല. 1 അന്ന് ഗൈസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മൾ ആനിമേ വീഡിയോസാണ് ചെയ്യുന്നത്. പിന്നെ ഒപ്പം ഗെയിമിംഗ് കൂടെ ചെയ്യാൻ നേരത്തെ ഗെയിമിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഹൈക്കു ഇപ്പോൾ ഉടനെ റിലീസ് ആവുന്നുണ്ട്. ഹൈക്കുവിൻ്റെ നമ്മളെ മൂവി ബാറ്റിൽ ഓഫ് ദ കാർപ്പേറ്റ് ടെമ്പ് ഫെബ്രുവരി 16 ഇത് തന്നെ പിന്നെയും തോക്കൊക്കെയാണ്. അതെന്തൊരടേ കൺട്രോൾ നോക്കട്ടെ. എബിലിറ്റി എക്സ്, ഫോർവേഡ് W, ബാക്ക്വേഡ്, ഡിഫാൾട്ട് മൂവ്മെൻറ്റ്, വാക്ക് റണ്ണ്, വാക്ക് ലെഫ്റ്റ്, ഷിഫ്റ്റ്, സ്പേസ് ബാർ, ജമ്പ്, ക്രൗച്ച്, ലെഫ്റ്റ് കൺട്രോൾ, ടോഗിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൈ അപ്പ്, സ്പേസ് ബാർ, ഫ്ലൈ ഡൗൺ, ലെഫ്റ്റ് കൺട്രോൾ. റീലോഡൊക്കെ എവിടെ? ഫയർ, ആൾട്ടർനേറ്റ് ഫയർ, ടോഗിൾ സോൺ ഒന്നുമില്ല. കുറെ റീലോഡ് 6 ആണല്ലേ? 6 ഓക്കെടാ. തോക്കൂടെ മാറ്റാൻ അറിയാമെങ്കിൽ തെറ്റല്ലേ? ഇനി ഇതിൽ നമുക്ക് ഇതെങ്ങനെ കണ്ടോളൂ. എനിക്ക് നമുക്കതിന് ചെറുക്കാൻ ബാക്കിൽ നിന്ന് പോവാം. 6 ചാവട. അയ്യോ, അവന്മാരെ ഏരിയ പോയി അറിഞ്ഞ്. തോക്ക് മാറി. ഇതെങ്ങനെ മാറിയാ? ഭയങ്കര പാട് കേട്ടാ. അയ്യോ, ഭയങ്കര റീകോലി. എടാ വീടാ. ഓ ഏതാ ക്രൗച്ച് എണീരി. ചത്ത് സ്വാഭാവികം. ഭയങ്കര പാട് കേട്ടാ. എൻ്റെ അമ്മോ, റീകോയില് എങ്ങനെ തലക്കെട്ട് പടക്ക് റീകോയില്. ഏതാ ഇത് വെച്ച് നോക്കിയാൽ പിസ്റ്റോൾ എന്തൊരു ബെറ്റർ. സ്കില്ല് എങ്ങനെ യൂസ് ചെയ്യുന്ന നോക്കട്ടെ. സ്കില്ലും കൂടെ ഉണ്ട്. ഓപ്പറേഷൻ റൈവൽ, ടോഗിള്. സ്കില്ല് എവിടെ? ആക്ഷൻ സ്കില്ലിൻ്റെ ഇവിടെ ഞാൻ കണ്ടത്. ചാവുന്ന ഈ പെണ്ണ് മുമ്പോട്ട് ഓടി. പെണ്ണ് ശല്യമാണല്ലേ. സ്കോപ്പ് പ്രൈമറി ഐറ്റം എക്യുപ്മെൻറ്റ് സെക്കൻഡറി 1 2 3 4 മെലി. എൻ്റെ അമ്മ ഭ്രാന്തിൽ അത് കുറേ നടക്കുന്നു.
ജമ്പ്, ക്രൗച്ച്, ഫ്ലൈ, ടോഗിൾ, ഗോ. എനിക്കറിഞ്ഞൂടാ, എനിക്കൊന്ന് കുറേ ഞാൻ കൊടുത്തിട്ടില്ലെന്ന് തോന്നിട്ട്, അതാണ് അങ്ങനെ ഇപ്പോൾ കിടക്കുന്നത്. എനിക്കിപ്പോൾ എബിലിറ്റി അൾട്ടിമേറ്റ് എക്സ്. ഓക്കെ ഓക്കെ ഡി, താങ്ക് യു ഡി. എവിടെ മക്കളെ? തോക്ക് മാറി. ഇനി കളി മാറാൻ പോയത്. എൻ്റെ മോനെ, ഇതെന്തരാണ്? ആ ഇതാണ് സ്കില്ലാണല്ലേ? സത്തുപടാ. കൊല്ല് നമ്മളിപ്പോൾ ഷാവും. അതാണ്ട് ഇത് എഫ് ആണെന്ന്. എഫ് എടാ, ഇതെന്തരി? അയ്യേ, എന്തിനാ അഴിക്ക കളി കളിക്കുന്നേ? ഇത്രയും മണ്ടനായിട്ട് കളിക്കുന്നത്. നോക്കിക്കളെ, ഇനി നമ്മള് മണ്ടൻ കളിക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം കൂടെ കൺട്രോളും കയ്യിൽ നിൽക്കുന്നില്ല. ഓ എൻ്റെ മോനെ, ഇതാവാ ഇനി കൊന്നിട്ടുള്ള കഥ. സാധനം എടു. സത്തിലൂടെ ഒരു ഭയങ്കര പാട് കണ്ടോളി. എടുക്കാറുണ്ട് ഞാൻ. അത് ഇപ്പോഴാണ് വരുന്നത്. ശരിയായി നല്ല സീനാണ് കേട്ടോ. My ult's not ready. Take this. ഏതാ അവിടെ എടുത്തോണ്ട് തെറ്റ പറഞ്ഞില്ലേ? ആ എടാ നൈ കേട്ടോടാ. സ്കോപ്പ് ചെയ്യുന്ന എങ്ങനെ? എടാ നാറി നാണുണ്ടാടാ നമുക്ക് ബാക്ക് കളിക്കാൻ. My
ult's not ready. Nowhere to run! Be faster. കൊള്ളാം കുറച്ച് വന്നപ്പോഴാണ് ഇത് സെറ്റായി തുടങ്ങിയത്. കൊള്ളാം ഗൈസ്, വാലറന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ആസ്ക് ഓപ്പൻസ് ആൻഡ് ഓട്ടോമാറ്റിക് റിവ്യൂ ഓഫ് യുവർ ഗെയിം പ്ലേ വിത്ത് ദാറ്റ് യു ഹാഡ് സം ട്രബിൾ സ്റ്റേയിങ് കണക്റ്റഡ് ഇൻ റേസിംഗ് ദ ബിയർ the competition and the fun of the game. This is under the user section and over since you don't have this issue, you will not receive a penalty for this. Further, I will. Okay, സംഭവം തന്നെ ഞാൻ ഇവിടെ 2-3 തവണ ഈ ഒരു ഗെയിം എൻ്റർ ചെയ്തിട്ട് കളിക്കാൻ അത്ര ഇതല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് റിലീസായി ഇറങ്ങി. അപ്പോൾ അതെൻ്റെ ഇതിനായിട്ട് അമ്മനെ ചീത്ത പറഞ്ഞതാണ്. ഇനി മേലെ ഇതിനൊക്കെ കാണിക്കലും കാണിച്ചു കഴിഞ്ഞാൽ ഇത് വെളി അറിയാമെന്ന്. നമ്മളാ ഫ്രീ ഫയറിൽ മറ്റേ ക്രാഷ് കോഡ് കളിച്ചിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും ബാൻ തന്നതൊക്കെ ഇതിൽ ആ ഒരു ബാനാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇനി കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർ എന്നെ പിടിച്ച് ബാൻ ചെയ്ത് ഇടും ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാണിക്കും. എനിക്ക് അറിഞ്ഞൂടാ, അതാണ് അവന്മാർ പറഞ്ഞേക്കുന്നത്. പുള്ളിയല്ലേ ഗോജോ സത്തോറി. ഗോജോൻ്റെ ഫാൻസ് ആരൊക്കെ ഉണ്ട്? എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ക്യാരക്ടറാണ് ഗോജോ. പക്ഷേ ഈ ഗോജോനെ അവന്മാർ ജുത്സു കൈസനിൽ കൊന്നു കളഞ്ഞു. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ഇറ്റഡോറിനെയും കൊല്ലുമെന്ന് പറയുന്നത് കേട്ട്. ഇറ്റഡോറിയും വലിയ ഇതല്ലാണ്ട് പവർഫുൾ അല്ലാത്തുള്ള രീതിയിൽ അവന്മാർ ആക്കുന്നുണ്ട്. ഗോജോ സത്തോറ്, പിന്നെ ഇറ്റഡോറി, പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവന്മാർ ഇങ്ങനെയൊക്കെ ക്യാരക്ടേഴ്സിനെയൊക്കെ കൊന്നിട്ട് ആ ഒരു ആനിമ എങ്ങനെ കൊണ്ടുപോകുന്നുള്ള കാര്യം പോലും എനിക്കൊരു പിടുത്തവും ഇല്ല. ഒന്നാമത്തെ ഫേവറേറ്റ് ആനയാണ് ജുത്സു കൈസൻ. സെക്കൻഡ് സീസണാണ് ഇതിൻ്റെ അടുത്ത് മനസ്സിലാൻ വെച്ച് പാടെടുത്ത്. പിന്നെ രണ്ടാമതൊന്നുകൂടെ കണ്ടപ്പോഴത്തേക്കാണ് ഓക്കെ ആയത്. സ്റ്റോറിയിൽ എനിക്ക് അടിപൊളി കൊള്ളാം. പക്ഷേ ആ ഒരു സ്റ്റോറിയിൽ തന്നെ ഏകദേശം നമ്മൾ ബ്ലീച്ച് എത്ര ഒരു കണ്ടിട്ടുണ്ടെന്ന് എനിക്കെന്നോടാ. ബ്ലീച്ചിൻ്റെ കുറച്ച് സാമ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും ബ്ലീച്ചുമായിട്ട് അടുത്ത ഒരു ഇതുണ്ടെന്ന്. ഞാൻ എന്തായാലും നമ്മൾ ഹൈക്യൂവിൻ്റെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഭയങ്കര വെയിറ്റിംഗ് ആണ്. ആ ഒരു ബാറ്റിൽ ഓഫ് ദ ഗാർബേജ് നമ്പർ ഇപ്പോൾ ഫെബ്രുവരി 16 റിലീസാവും. ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇവന്മാർ അതും നശിപ്പിച്ചുള്ള ഇതാ. കാരണം സീരിയസ് ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. സീരിയസ് ആയിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ എന്തുമാത്രം ഇതാവേണ്ട ഒരു ആനിമയാണ് അവന്മാർ. കാരണം നമ്പർ 1 റേറ്റിങ്ങും ഈ ഒരു റേറ്റിംഗുള്ള ആനിമ വേറെ ഇല്ല. സ്പോർട്സ് ആനിമയിൽ ഇനി നിങ്ങൾ ടോട്ടൽ ആനിമ എടുത്തു കഴിഞ്ഞാൽ പോലും ഇത്ര റേറ്റിംഗുള്ള ആനിമ വേറെ ഇല്ല. പിന്നെ അവന്മാർ എന്തിനാണ് ഇങ്ങനത്തെ കണ്ണൂർ കാണിച്ചത് എനിക്കറിയാം. എന്താ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. 1.5 മണിക്കൂറുള്ളത് ആനിമ. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ പോട്ട് നമുക്ക് പിന്നെ ആ ഒരു ആനിമ കവർ ചെയ്യുമെന്നെങ്കിൽ കുറച്ചെങ്കിലും കവർ ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ ഇത് 1.5 മണിക്കൂർ. അപ്പോൾ ഉമ്മർ ഒരുപാട് സ്കിപ്പ് ചെയ്യും. ഇതിന് എന്തെങ്കിലും ആവശ്യമെന്ന് എനിക്കറിയാം. നല്ലൊരു ആനിമ റേറ്റിംഗ് ഉള്ളവർക്ക് നല്ലോണം പൈസ വരാൻ പറ്റിയ ആനിമ. ഇപ്പോൾ ഇതിൻ്റെ പുതിയ മാങ്ക റിലീസായെന്ന് പറയുന്നത് കേട്ടോ. നമ്മളെ ഹൈക്കൂൻ്റെ തന്നെ അതെങ്ങനെയാണെന്ന് അറിഞ്ഞു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ആനിമ കാണുന്നതിനോടത്ത് ഞാൻ പറയാം, ഹൈക്കൂൻ്റെ അവരെ മാങ്ക വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഹിനാറ്റയുടെ ഇനിയിപ്പോൾ ഈ ഒരു നാഷണൽസൊക്കെ കഴിയുമ്പോഴത്തേക്കും ഹിനാറ്റ ബ്രസീലിൽ പോകും കളിക്കാൻ. നമ്മളെ ഒയ്ക്കാവ ഓബജോസയിൽ ഓയിക്കാവിൻ്റെ കൂടെയാണ് കളിക്കുന്നത്. ബീച്ച് വോളിബോളാണ് കളിക്കുന്നത്. കൊണ്ടുപോകണം നമ്മളെ കെൻമയാണ് കൊണ്ടുപോകണം. അടിപൊളിയാണ് അതൊക്കെ. അവിടെ നമ്മളെ ഹിനാറ്റയ്ക്ക് എന്തൊരു കുംഫു ഹിനാറ്റ അങ്ങനെ എന്തൊരു പേരൊക്കെ വരും. പക്ഷെ വിഷയമാണ് അതൊക്കെ കഴിഞ്ഞാൽ ഹിനാറ്റ ജമ്പ് സർവീസൊക്കെ അടിക്കും. അതൊക്കെ കിടിലൻ സീൻസാണ്. അതൊക്കെ ഇവന്മാർ സ്കിപ്പ് ചെയ്ത് എന്തിനാണെന്ന് ഞാൻ അതുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റാണ്. ഞാനെന്നല്ല ഒരുവിധം എല്ലാ ആനിമേ ഫാൻസും ഡിസപ്പോയിൻമെൻറ്റാണ്. എന്നിട്ട് അവന്മാർ പുതിയ ആനിമേസ് ആയിട്ടുള്ള ബ്ലൂ ലോക്കും കാര്യങ്ങൾക്കൊക്കെ ഇത്രയും ഒരു ഇത് കൊടുക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് അതിന് കൊടുത്തിരുന്നെങ്കിൽ പറഞ്ഞിട്ട് എന്തോ ചെയ്യാൻ. ഫേവറേറ്റ് ആനിമ എൻ്റെ ഹൈക്കു. ഞാൻ കണ്ടു തുടങ്ങുന്ന ആനിമയിൽ ഒരെണ്ണമാണ് ഹൈക്കു എന്നത്. പക്ഷെ എന്തോ ചെയ്യാൻ പറഞ്ഞിട്ടിപ്പോൾ ഒരു കാര്യമില്ല. തുടങ്ങി പിന്നെ വൺ പീസ് ഒരു കിണ്ണ സാധനം തന്നെ കേട്ടോ. വൺ പീസ് ഇപ്പോൾ കാണാത്തവരാണെങ്കിൽ പോയി കാണുക. കാരണം വൺ പീസ് എന്തൊരു സാധനം കൂടി അത്. ഇപ്പോൾ ഞാനൊരു വൺ പീസ് ഫാൻ ആയത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ റീസെൻ്റായിട്ടാണ്. അതുവരെ ഞാനും ഒരു നറൂട്ടോ അഡിക്റ്റഡ് ഫാൻ ആയിരുന്നു. പക്ഷേ നറൂട്ടോ അഡിക്റ്റഡ് ആയിരുന്നു. പിന്നെ അത് ഞാൻ ഈ വൺ പീസിനെ കുറേ കുറ്റമൊക്കെ വന്നിട്ടുണ്ട്. വൺ പീസ് അതുപോലെ കാർട്ടൂൺ നടക്കുന്ന തോക്ക് വെച്ച് വഴിയാ പട്ടി. ഓടടാ അവിടെ നിൽക്കുന്ന കേഴാങ്ങ് സാധനം. സ്പീഡ് ഏതാ ഇങ്ങനെ ഓടണം നിൽക്കാറുള്ള കേട്ടോ. തോക്ക് മാറ്റാനും പറ്റില്ല ഇപ്പോഴാണ്. ഞാൻ കൊന്നു വെച്ചിരുന്ന കൊന്നൊരാവന്മാര്.
നിങ്ങൾ എന്തായാലും വൺ പീസ് കാണാത്തമാരെ എന്തെങ്കിലും കാണുക കേട്ടോ. അതിൻ്റെ ഒരു ആനിമേ വെച്ച് ഒരിക്കലും കാണാതിരിക്കരുത്. മാറി നിന്റെ അടുത്ത് നിന്നാണ് എന്നെ വെടിവെച്ചത്. നിനക്ക് അവളെ കൊല്ലാനും സുഖമായിട്ട്. തോക്ക് മാറിയാ അതിപ്പോ ഓടാ ഓടാ കൊന്നാവനാ. അയ്യോ ഇതെന്തൊരു സംഭവം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായി കേട്ടോ. കൊള്ളാം കൊള്ളാം, കളി ഇപ്പോൾ സെറ്റായിരുന്നു. നിങ്ങളിപ്പോൾ ഏത് ആനിമയെ കാണുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കറൻ്റ് കാണുന്നത് ഒരു സ്പോർട്സ് ആനിമയാണ്, ഡയമണ്ട് വൈസ്. അത് ഒരു പുതിയ ആനിമയാണ് കേട്ടോ. എനിക്ക് ഇതിന് കൺട്രോളൊക്കെ കുറച്ച് സമയം എടുത്താൽ അയ്യോ കുറച്ച് സമയം എടുക്കും ഈ കൺട്രോളൊക്കെ ഒന്ന് കയ്യിൽ. കാരണം കീബോർഡ് ഞാൻ ഇങ്ങനെയാണ് പിടിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ വേറെ എന്തെങ്കിലും കേട്ടോ. കീബോർഡിലൊക്കെ അവിടെ ഇവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. പിന്നെ കയ്യിൽ പുള്ളി ഒതുങ്ങി കണക്കാക്കണം. ഞാൻ പറഞ്ഞു അയ്യോ ബാക്ക് പോകട്ടോ. എന്നെ അടിക്കാൻ രണ്ടെണ്ണം. ഏതാ ചുമ്മാ എന്ന് വിചാരിച്ചാ മാപ്പ് വന്ന് ഷിഫ്റ്റിലേക്ക് ഓടിയതാണ്. ല്ലേ ഞാൻ പറഞ്ഞാൽ കളിച്ചൊന്ന് ഞാൻ പിന്നെ അങ്ങ് പ്രൊവൈഡാവേണം. പിന്നെ അങ്ങനെ പിടിച്ചെടുത്താൽ മനസ്സിലാവും. അയ്യോ ഇതുമാരെ സ്ഥലമില്ല ജനിക്കുന്ന സ്ഥലം. ഇവിടെയൊക്കെ പോയിന്ന പടമാണ്. ഓടാ 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 അവൻ്റെ സപ്പോർട്ട് ഉള്ളത് ഞാൻ രക്ഷപ്പെട്ട്. ഇതാണിപ്പോൾ പടവേ. എനിക്കിനി സ്കോപ്പ് ചെയ്തടിക്കുന്ന നമ്മളെത്തി നോക്കണം. അത് എനിക്ക് നോക്കട്ടെ. കൺട്രോള്, എക്യുപ്മെൻറ്റ്സ്, സൂം സൂം, ഓപ്പറേഷൻ സർക്കിൾ, ടോഗിൾ, റീലോഡ്, പ്രൈമറി ഡ്രോപ്പ്, ഫയർ ടോഗിൾ, സ്നൈപ്പർ റൈഫിൾ, എയിം, ഹോൾഡ് ഓൺ ടോഗിൾ. ടോഗിൾ ഇതല്ലേ? നോക്കട്ടെ നോക്കാം. അഞ്ച് വിരലേ ഉള്ളൂ, എല്ലാം കൂടെ നടക്കുന്നില്ല കേട്ടോ. ഇനി ഒന്നുകൂടെ നമ്മൾ ഇപ്പം വിരലെല്ലാം യൂസ് ചെയ്യുന്നു. പക്ഷെ എന്നാലും ഒരു ക്രൗച്ചും ഷിഫ്റ്റും ഒക്കെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതാണ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഒരു രണ്ട് ദിവസം കൊണ്ട് കൈ കുരുക്കുന്നുണ്ട്. ഇവിടെ നോക്കി കളിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പം ഞാൻ പടമല്ലോ. എടാ ഓടടാ, ഇതാണ് എന്തോന്നാ പറഞ്ഞ ബാക്ക് നോടിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. നാറി സത്യം പറഞ്ഞാൽ ഇത് കണ്ടെന്നില്ല. ഇപ്പോൾ മാപ്പിലൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് ആൾക്കാരെന്നൊക്കെ. Reloading. Still inside. Shot. Reload.
തോക്കലോടായി പോയടാ. എന്താ ചെയ്യാ, അത് സംഭവം തന്നെ നമുക്ക് ഒരുപാട് സ്കില്ലൊന്നുമില്ലേ, അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടാ. Saw you, Mosh. കുറേ സ്കില്ലുണ്ടല്ലേ, അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ കളിച്ചു വരുമ്പോഴത്തേക്കും കളി നോക്കും. ഓടാ 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 അവന്മാരെ അറിഞ്ഞു ചെയ്തോടാ, നീ ഓടാ. Cutting their vision. Dizzy's up. Dizzy's down. ഞാൻ പറഞ്ഞു ഇതാണ് സ്ലോ ആവുന്നത്, അത് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എടാ ഓട് ഓട് ഓട്. ഷിഫ്റ്റ് ആക്കിയാണ് ഓടുന്നത്, പക്ഷേ ഇതാണ്ട് പറക്കാതാണ്ട് പറന്നത്. എടുക്കൂലേ ചോക്ക്. കൊന്നാ Mosh pit. ഭയങ്കര റീക്കോല, അതൊന്ന് നമുക്കൊന്ന് Reloading. Dizzy's up top. The shot. ഇതൊക്കെ എന്തൊരു സാധനം ഒന്നാമത് എനിക്കറിയാൻ വയ്യ. ഓടറാ. Prepared for hellfire! Go get him, buddy. തോറ്റ് ഭയങ്കര പാടി, കൺട്രോൾ കൈ നിൽക്കുന്നില്ല. അത് നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ട് ബെസ്റ്റ് വാലണ്ടറി സെറ്റിങ്സ് എന്ന് അടിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും എത്ര കില്ലെടുത്ത് ഞാൻ, ഓ 4 കില്ലെടുത്തല്ലേ, 4 കില്ല് തന്നെ. ഇത് എന്തായാലും എനിക്കും അറിയാം. ഇന്നിവിടെ കളിച്ച് നിർത്താം നമുക്ക് എന്തായാലും, കുഴപ്പമില്ല, കളിച്ച് വരുമ്പോഴത്തേക്ക് ശരിയാവും. കളിയൊക്കെ കൊള്ളാം കേട്ടോ. എത്ര മണിയായി? ഓക്കെ, വാലോറന്റ് 93-100, ഒരു 7 കില്ലിൻ്റെ കുറവിലാണ് പടമായി പോയത്. പക്ഷേ കളിച്ച് വരുമ്പോൾ എനിക്കൊന്നും ഒത്തിരി ശരിയാവുന്നത്. പിന്നെ ഞാൻ എന്താ മൗസും കീബോർഡ് തന്നെ മാറ്റിയിട്ടില്ല, അപ്പോൾ അതുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ. എല്ലാം എൻ്റെ PC ഫുള്ള് ബിൽഡ് ചെയ്ത് ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത സാധനങ്ങളാണ്. ആ കൂടി പ്രൊസസ്സർ മാത്രമല്ല, അല്ലാണ്ട് കടയിൽ നിന്ന് വെച്ചാൽ അപ്പോഴേക്ക് അറിയാവുന്നൊരു കടേൻ്റെ അവിടെ നിന്ന് വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതിന് എല്ലാത്തിനും വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്ന, എല്ലാം ബിൽഡൊക്കെ ചെയ്ത് വിൻഡോസൊക്കെ ചെയ്ത് തന്ന ബാക്കിയെല്ലാം ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. എന്തായാലും ഓക്കെയാണ്, എനിക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇതെല്ലാം കൂടെ ഒരു 50 രൂപ ആയതേ ഉള്ളൂ. 50,000 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ഫുള്ള് PC സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഞാൻ വീഡിയോയും ഫോട്ടോ ഒക്കെ പിന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. ഇനി ഇതിന് 2 കുറവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കീബോർഡ് ഇപ്പോൾ മൗസും കീബോർഡും ഞാൻ മാറ്റിയിട്ടില്ല, അതിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം ഓർഡർ ചെയ്തതിന് പിന്നെയാണ് ഞാൻ അതിൽ ശ്രദ്ധിച്ചത്, അതിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമ്മുടെ നമ്പർ വരത്തില്ല, ലോക്ക് നമ്പേഴ്സൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതങ്ങ് ക്യാൻസൽ ചെയ്തത്. എന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു കീബോർഡും ഇനി മൗസും കൂടെ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്കിനി UPS വേണം. UPS എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്ക് ഈ കറണ്ട് പണി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഓഫായി പോകില്ലേ. ആ ഇത് കാരണം വെച്ചാൽ ഞാൻ പിന്നെ ലൈവ് സ്ട്രീം ചെയ്യാത്ത, കാരണം ലൈവ് സ്ട്രീം ചെയ്യുന്നിടയ്ക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം നമുക്ക്, പയ്യെ ഓരോന്നേരമൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ യൂട്യൂബ് റവന്യൂ ഉണ്ടെന്നല്ല കേട്ടോ ചെയ്തത്, ഞാൻ അങ്ങനെ ആരും വിചാരിക്കേണ്ട. യൂട്യൂബിൽ നിന്ന് എനിക്കൊരു തേങ്ങ കിട്ടി തുടങ്ങിയില്ല. ഇവൻ നമ്മളെടുത്തായിരുന്നാ? ഇവനല്ലേ നമ്മളെടുത്ത? ഇവൻ എങ്ങനെയാണ് ആളെ നോക്കട്ടെ.
ഇവനെടുക്കാം ആ നമ്മൾ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടിയിട്ടില്ല. ഞാൻ ഇതിപ്പോൾ എൻ്റെ ബൈക്ക് സെയിൽ ചെയ്തായിരുന്നു. മെയിനായിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടി തന്നെ, ഗെയിമിൻ്റെ ഒരു പർപ്പസിന് കൂടെ വേണ്ടി തന്നെ ഞാൻ എൻ്റെ ബൈക്ക് സെയിൽ ചെയ്താൽ ഭയങ്കര വിഷമമുണ്ട്. ഫസ്റ്റ് ബൈക്കാണ് എൻ്റെ ഹണ്ടർ 350 റബൽ ബ്ലാക്ക് ആയിരുന്നു, പോയി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ എല്ലാം ഒന്ന് പച്ചപിടിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു സെറ്റപ്പൊക്കെ എടുത്തത്. പിന്നെ PC വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തൊന്ന് പഠിക്കാമെന്ന് കരുതി. എന്താ എല്ലാം നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി നമുക്കൊന്ന് പച്ച പിടിക്കണ്ടേ, നമുക്കൊരു ഈഗിളൊക്കെ ആവണ്ടേ. ഈഗിൾ ഗെയിമിങ്ങും ചേർക്കാൻ പോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാ അല്ലേ. ചാവടി. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇനി UPS എത്ര 6 രൂപ 7 രൂപ. പിന്നെ എല്ലാം കൂടെ ഇപ്പോൾ ഞാൻ കീബോർഡ് UPS എല്ലാം കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ഓറ ഏകദേശം സംസാരിച്ച് കളിക്കാൻ ഭയങ്കര പാട് കേട്ടോ. ഡിസ്റ്റർബൻസ് ചുമ്മാ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഇതിന് കൂടോ. അവനും കൊണ്ട് എനിക്കും കൊണ്ട് എല്ലാം കൂടെ ഒരു 60 അടുപ്പിച്ചാവും. മാറി ഉണ്ടാവെ എൻ്റെ അമ്മ ഇത്. അയ്യോ ഒന്നും കാണാൻ പറ്റുന്നില്ല. രണ്ട് പിടി തോക്ക് മാറി. ഫസ്റ്റ് റൗണ്ടിൽ കില്ലിങ് എടുത്താൽ മാത്രമേ എനിക്ക് തോക്ക് മാറത്തുള്ളൂ. കാരണം എല്ലാം എൻ്റെ ഒരു ഊഹാപോഹം. തോളച്ചെന്നെ ഈകളൊക്കെ അത് എന്തൊരു കളിയല്ലേ. ഏതാ എടാ ഞാൻ അവിടെ കയറിയല്ലടാ, സത്യം പറയാലോ. ഇതിപ്പോൾ ചാവാൻ വേണ്ടി കളിക്കുന്ന രീതിയായി കാണുന്നമാരൊക്കെ തന്നെ തോന്നുന്നു എന്തൊരു കാണിക്കുന്നല്ലേ. എനിക്കൊന്ന് യുവമാർ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് അതെല്ലാം ഉണ്ടാക്കിക്കൊള്ളു. ഓ 3 ലൈഫ് ചത്ത്. 10 seconds until stage change. Careful now. Stage 3. അവനാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ലൈഫ് 53 ആറ്റ് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കളിച്ചത്. അയ്യോ മാറടി ഉണ്ടാക്കൽ ശേഖരി. അയ്യോ അത് ഞാൻ തന്നെ വിട്ടേ. കേറടി. Ready. Time to jump. Going up. New stage. Get out of here. അയ്യോ ലോഡായി പോടാ. ഏതാ ബുദ്ധി ഏതാ പക്ഷേ Final stage. കൊള്ളാം കേട്ടോ സംഭവം. ഇപ്പം കയ്യിലൊതുങ്ങി വരുന്നു. ഇപ്പം പെട്ടെന്ന് പാടോ ഞാൻ. അവന്മാരെല്ലാം ഇവിടെ കിടക്കുന്നു. എൻ്റെ ടീമേറ്റ്സ് ഒക്കെ ഇവിടെ കിഴങ്ങന്മാര്. Ready. Reloading.
എപ്പോൾ ലോഡ് ചെയ്യോ അപ്പോഴേക്കും എന്നെ അണ്ണാക്കി വന്ന് ചാവുന്ന അല്ല തോക്കണ്ടായപ്പോഴും കണക്കി തന്നെ എന്നാലും ഈ എന്തായാലും ഇവിടെ ഒരു ചെറ്റപ്പട്ട് പൊളിച്ചിരിക്കും. Cutting through. അയ്യോ എന്തിനാ കേട്ടത്? Reload. എൻ്റെ ബാക്കിലാരുണ്ടോ? മൗസ് എന്താ ചെയ്യാത്ത? എനിക്ക് തോന്നുന്നു ഈ ഗെയിമിംഗ് മൗസ് വാങ്ങാത്തുണ്ടായിരിക്കും അതിൻ്റെ അപാകത. ഓ മാറാ ഓ ഫ്രീ ഫയർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തിനും ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഫ്രീ ഫയർ നോക്കുമ്പോൾ എന്തിനും എളുപ്പമല്ലേ? Get out of my way! Reload. എന്തിനാണെന്ന് എനിക്കറിയണം കേട്ടോ. ഇതെങ്ങനെയെന്ന് എനിക്കറിയണം. അതെങ്ങനെയാ വന്നേന്ന്? ഞാൻ ആ സാധനം നോക്കിപ്പോയാ നേരത്തെ വന്നില്ല. അതെനിക്ക് സ്കോപ്പാണ്, പക്ഷെ അത് എങ്ങനെ വന്നെന്ന് അറിയാൻ വയ്യ. ഈ അല്ലേ Stop the fire. Careful now. ഓ സ്റ്റെൽത്ത് ഫയർ ഇട്ടാണ് ഞാൻ പാടാ ഇപ്പൊ. Charge your ults. ഞാൻ അവന്മാരൊക്കെ കയറിപ്പോയെന്ന് തോന്നുന്നു. കമാൻ കമാൻ. ഓ You're dead. കൊന്നാണ്ട അവള്. കേറ കേറ ആ ഗ്യാസ് കയറ. നിയമം കൊണ്ടൊരു ഉപയോഗമില്ല, 5 പൈസയുടെ ഉപയോഗമില്ല. ആ പെണ്ണിനെ കണ്ടുപിടി. എന്തേ എഴഞ്ഞെഴഞ്ഞോടി ഇതിൽ കളഞ്ഞ് ഓടണ്ടാ. ഇങ്ങനെ ആവാൻ വേണ്ടി ഇനി എൻ്റെ ജീവിതം ബാക്കി. Look off, G. Sorry, bro. My ultimate's ready. Reloading. അവന്മാരെ ഏരിയ എത്തി നീ അറിയില്ല കേട്ടാ. എക്സ് എന്താ Come on, let's go. Charge your ults. അഞ്ച് നടന്ന യൂ പാവം ഇവന്മാരുടെ ടീമിലെ ഒരു വേസ്റ്റ് ഞാൻ മാത്രമാണേ. Remaining. Careful now. No, you don't. 1 minute left. 5 kills left. Breaking that. Cutting through. കിഴങ്ങി പെണ്ണ് കുറേ കൂടെ വന്ന് അറിഞ്ഞില്ല. എൻ്റെ ജീവിതം ഞാൻ മടുത്തു, സത്യം മടുത്തില്ല. ചത്ത് മടുത്തു. അങ്ങനെ പറയല്ല, കളിച്ചു കൊടുത്ത് നല്ല ചത്ത് മടുത്തു. Who?
Who's next? Not enough. Got him. Reloading. ജയിച്ച് കളി തീർന്നെങ്കിൽ നമ്മൾ കളി ജയിച്ചില്ലേ? Reloading. Oh. Reloading. തണ്ടായ ആണ് ഇന്നത് എന്തായാലും നിർത്തുന്ന ഞാൻ അടുത്ത് തന്നെ സത്യം പറഞ്ഞ കൊള്ളാതെ എന്നാലും സ്ട്രീമിങ് അല്ല ഗെയിം സ്ട്രീമിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല ഞാൻ എവിടെ 6 കില്ല് അത് തന്നെ. അപ്പോൾ ഇതുണ്ട് എന്തായാലും നമുക്ക് പ്രോഗ്രസ് ഉണ്ട് കളിച്ച് പഠിക്കാൻ നമുക്ക്. സോറിടാ നിർത്തി ഇന്നത്തെ കളി നിർത്തി. എക്സിറ്റ് ഡെസ്ക്ടോപ്പ് ഓക്കെ ബൈ ദെൻ ഔട്ട്. ഓക്കെ അപ്പോൾ എല്ലാവർക്കും സ്ട്രീമിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്ട്രീമിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തായാലും നമുക്ക് മറ്റേതെങ്കിലും വീഡിയോ സ്ട്രീം ചെയ്ത് തരാം. അല്ല ഇത് തന്നെ ചിലപ്പോൾ ഗെയിം സ്ട്രീം ചെയ്യാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും GTA നമുക്ക് പെസ് ഏതെങ്കിലും പെസ് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. പെസ് എടുത്തപ്പോൾ പക്ഷേ എന്തുവാ പറയുന്നത് അതിൻ്റെ കൺട്രോളൊക്കെ ഭയങ്കര പാട്. നമുക്ക് പിന്നെ മറ്റേ സ്റ്റണ്ണിങ് ഷോട്ടൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ പെസ് ഡിലീറ്റ് ചെയ്തത്. പക്ഷേ ഒന്നുകൂടെ എടുക്കാം. പക്ഷേ എനിക്ക് പെസ് ഇഷ്ടമാണ്, ഒന്നുകൂടെ എടുക്കാം. നമുക്ക് എന്തായാലും ഉടനെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ വേറെ വല്ല ഗെയിമും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ ആസ്വാൾട്ട് ഞാൻ എടുത്ത് ചുമ്മാ എടുത്തിട്ടാണ് അത് നമുക്കെന്തായാലും നോക്കാം. ആസ്വാൾട്ട് ഏരിയ എയർബോൺ വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഏതെങ്കിലും കൂടെ ചെറുതായിട്ടൊന്നും ആസ്വാൾട്ടോടെ ചെയ്യാം. വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ടൂറൊക്കെ ആണെങ്കിൽ കുറേ നാട്ട് വീഡിയോ ഒന്നും ഇടായിരുന്നു. ടൂറിനൊക്കെ പോയിട്ടൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. ഇനി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ റൂമൊക്കെ കുറച്ചുകൂടെ സെറ്റപ്പ് ചെയ്യണം. ഈ ഒരു ബാക്ക് നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗമൊന്നും ഞാൻ ഇതിലൊന്നും സെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പക്ഷേ തിരിച്ചുള്ള ഭാഗങ്ങൾ ഇങ്ങോട്ട് ഈ കമ്പ്യൂട്ടറിരിക്കുന്ന ഈ ഒരു ഇൻ്റർഫേസൊക്കെ ഞാൻ കുറച്ച് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മളെ PC ഇവിടെ ബോക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊരു വീഡിയോ എടുത്ത് ചെയ്തു തരാം. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്. നാളെ മറ്റൊരു ഗുഡ് ബൈ ടാറ്റാ.